الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين اتقوا الله عباد الله ഉസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ അല്ലെങ്കിൽ പരലോകത്ത് മനുഷ്യർ അവർ ചെയ്തുപോയ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ 3 തരക്കാരായി തരം തിരിയുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മൾ പലപ്പോഴും വായിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു 56-ാമത്തെ അധ്യായം സൂറത്ത് വാഖിഅയുടെ 7 മുതൽക്കുള്ള ആയത്തുകളിൽ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഇപ്രകാരമാണ്: വകുൻതും അസ്വാജൻ സലാസ. നിങ്ങൾ 3 തരക്കാരായി തീരുകയും ചെയ്യുന്ന സന്ദർഭം അത്രയതെന്ന്. അതായത് സൃഷ്ടിയുടെ ആദ്യ നാള് തൊട്ട് ഖിയാമത്ത് നാള് വരെ ഈ ലോകത്ത് ജന്മം കൊണ്ട സകല മനുഷ്യരും അവസാനം റബ്ബിന്റെ മുന്നിൽ 3 തരക്കാരായി വിഭജിക്കപ്പെടുന്നു എന്നാണ്. അല്ലാഹു ഓരോ വിഭാഗത്തെക്കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. 1-ാമത്തെ വിഭാഗം വലതുപക്ഷക്കാരാണ്, 2-ാമത്തെ വിഭാഗം ഇടതുപക്ഷക്കാരാണ്, 3-ാമത്തെ വിഭാഗം മുൻകടന്നവരാണ്. ഈ 3 വിഭാഗങ്ങളെ സംബന്ധിച്ച് റബ്ബുൽ ഇസ്സത്ത് ശേഷമുള്ള ആയത്തുകളിലൂടെ പറയുന്നത് അത് ഇപ്രകാരമാണ്. എന്താ റബ്ബ് പറയുന്നറിയോ? ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ. ഫഅസ്ഹാബുൽ മൈമന, അപ്പോൾ ഒരു വിഭാഗം വലതുപക്ഷക്കാരാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, മാ അസ്ഹാബുൽ മൈമന, എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ? വഅസ്ഹാബുൽ മശ്അമ, 2-ാമത്തെ ഒരു വിഭാഗം ഇടതുപക്ഷക്കാരാണ്. മാ അസ്ഹാബുൽ മശ്അമ, എന്താണ് ഈ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ? എന്നിട്ട് അല്ലാഹ് പറഞ്ഞു 3-ാമത്തെ വിഭാഗത്തെ കുറിച്ച് അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ വസ്സാബിഖൂന അസ്സാബിഖൂൻ, മുൻകടന്നവർ തന്നെ, മുന്നോക്കക്കാർ തന്നെ. അഥവാ ഈമാനിലും അമലു സ്വാലിഹാത്തുകളിലും ദുനിയാവിൽ മുൻകടന്നവർ നാളെ ആഖിറത്തിലും അവരാണ് മുന്നോക്കക്കാരെന്നാണ്. ഇവിടെ പ്രധാനമായി 2 കാര്യങ്ങൾ. ഒന്ന്, സൗഭാഗ്യത്തിന്റെ ആളുകൾ എന്ന അർത്ഥത്തിലാണ് അസ്ഹാബുൽ മൈമന എന്നത് ഉപയോഗിച്ചത്. വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ നേരെ വിപരീതമാണ് മശ്അമ അഥവാ ദൗർഭാഗ്യത്തിന്റെ ആളുകൾ എന്നാണ്. ഈ 2 വിഭാഗവും പ്രത്യേകം ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഒന്ന് സ്വർഗത്തിന്റെ അഹലുകാരാണ്, മറ്റൊന്ന് നരകത്തിന്റെ അഹലുകാരാണ്. എന്നാൽ 3-ാമത്തെ വിഭാഗം അവരുമാരാണ്? സ്വർഗത്തിന്റെ അഹലുകാർ. ഈ 3 കൂട്ടരിൽ 2 കൂട്ടർ സ്വർഗത്തിന്റെ അഹലുകാർ, 1 കൂട്ടർ നരകത്തിന്റെ അഹലുകാർ. അല്ലാഹു തആല സ്വർഗത്തിന്റെ അഹലുകാരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സാബിഖൂൻ, മുൻകടന്നവർ. എന്നാൽ ഈമാനിലും സൽപ്രവർത്തികളിലും മുൻകടന്നവരെന്നാണ്.
ഈ മൂന്ന് കൂട്ടരുടെ വസഫുകൾ, വിശേഷണങ്ങൾ, സിഫത്തുകൾ, പ്രത്യേകതകൾ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തത് അസ്ഹാബുൽ മൈമനയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്. അവരുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാമിങ്ങൾ പറഞ്ഞു, വഹുമുല്ലദീന അദ്ദഉൽ വാജിബാതി വതറകുൽ മുഹറമാത്. അവർ നിർബന്ധമായ കാര്യങ്ങൾ നിറവേറ്റിയവരും ഹറാമുകൾ, നിഷിദ്ധങ്ങളെ ഉപേക്ഷിച്ചവരുമാണ്. وإن حصل منهم بعض التقصير في بعض الحقوق التي لا تخل بتوحيدهم وإيمانهم. ബാധ്യതാ നിർവഹണത്തിൽ ഹക്കിൽ, അള്ളാഹിനോടുള്ള ഹക്ക്, മുഹമ്മദ് നബിയോടുള്ള ഹക്ക്, ഉമ്മയോടുള്ള ഹക്ക്, ബാപ്പയോടുള്ള ഹക്ക്, ഇണയോടുള്ള ഹക്ക്, അതുപോലെ മക്കളോടുള്ള ഹക്ക്, കൂടപ്പറപ്പുകളുള്ള ഹക്ക്, വകുല്ലദീ ഹഖിൻ ഹഖ, എല്ലാവരോടുമുള്ള ഹക്ക്. ആ ഹക്ക് നിർവഹണത്തിൽ വിശ്വാസത്തിനോ തൗഹീദിനോ തകരാറ് സംഭവിക്കാത്ത ചില വീഴ്ചകൾ അവർക്ക് സംഭവിച്ചു. അവരുടെ അഖീദയിൽ, അവരുടെ ഈമാനിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ല, എന്നാൽ ചില വീഴ്ചകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരാണ് അസ്ഹാബുൽ മൈമന. എന്നാൽ രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ മശ്അമ. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. അവരാരാണ്? അല്ലദീന കദ്ദബൂ ബിൽ ഹഖി വദല്ലൂ അനിൽ ഹുദാ. അവര് ഹക്കിനെ, സത്യത്തെ, ദീനിനെ, ശരീഅത്തിനെ, ഇസ്ലാമിനെ, അഹ്ലുസുന്നത്തിനെ, സലഫിയത്തിനെ കളവാക്കിയവരും അങ്ങനെ ഹുദയിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരുമാണ് അവർ. എന്നാൽ മൂന്നാമത്തെ വിഭാഗം അവരാണ് അസ്സാബിഖൂൻ, മുൻകടന്നവർ. അവരാരാണ്? അല്ലാഹു തആല കൂട്ടത്തിൽ നിന്ന് ആക്കുമാറാകട്ടെ. വഹുമുല്ലദീന അദ്ദഉൽ വാജിബാതി വൽ മുസ്തഹിബാത്. നിർബന്ധവും ഐച്ഛികവുമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും വതർക്കിൽ മുഹറമാതി വൽ മക്റൂഹാത് വഫുദൂലൽ മുബാഹാത്. നിഷിദ്ധവും നിരുത്സാഹപ്പെട്ടതുമായ അല്ലെങ്കിൽ കറാഹത്തായതുമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അല്ല, എത്രത്തോളം വെച്ചാൽ അവർ ചിലപ്പോൾ അനുവദിക്കപ്പെട്ടതിൽ പോലും ചിലതിന് ഉപേക്ഷിക്കുന്നവരാണ്. സുഹുദിന്റെ 3 ഇനങ്ങളിൽ ഒന്നതാണ്. അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും ചിലതിനെ വതർക്കുൽ മുബാഹാത്ത് എന്ന് വേറെ ചില ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല ഈ അസ്ഹാബുൽ മശ്അമയിൽ നമ്മളെ കാക്കുകയും ഈ 2 വിഭാഗത്തിന്റെ അഹ്ലുകാരെ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ 3 വിഭാഗങ്ങളിൽ അസ്സാബിഖൂൻ, അസ്സാബിഖൂൻ എന്ന വിഭാഗത്തിന്റെ ചില വിശേഷണങ്ങളെയാണ് ഈ ഖുത്ബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതില് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗങ്ങളിൽ ഉയർന്ന പദവിയുള്ളത് അസ്സാബിഖൂനാണ്, മുൻകടന്നവരാണ്. ഈ സൂറത്ത് എത്രയോ ആളുകൾക്ക് ഇവിടെ ഹിഫ്ളുണ്ടാകും. ഈ സൂറത്തിനകത്തുള്ള ആശയങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നത് ഒഴിച്ചു നിർത്തിയാൽ വിഷയം വളരെ ഗൗരവമാണ്. എന്താണ് അല്ലാഹു തആല പറഞ്ഞറിയോ? വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം. ഈമാനിലും അമലു സ്വാലിഹാത്തിലും മുന്നേറിയവർ പരലോകത്തുമാരാണ്. അവര് മുന്നേറിയവർ തന്നെയാണ്. അവരാകുന്നു സാമീപ്യം നൽകപ്പെട്ടവർ. ഇവിടെ ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭൂതികളുടെ സ്വർഗ്ഗത്തൊപ്പുകളിൽ. അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ പ്രസിദ്ധനാണ് അദ്ദേഹം പറയാണ്, വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. മുൻകടന്നവർ, മുന്നോക്കക്കാർ തന്നെ. അതായത് അസ്സാബിഖൂന ഫിദ്ദുനിയ ഇലൽ ഖൈറാത്ത് ഹുമുസ് സാബിഖൂന ഫിൽ ആഖിറതി ലിദുഖൂലിൽ ജന്നാത്ത് ഉലൈക അല്ലദീന ഹാദാ വസ്ഫുഹും അൽ മുഖറബൂന ഇൻദല്ലാഹ്. എന്താണ് ഈ പറഞ്ഞത്? മുന്നേറിയവർ തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അഥവാ ദുനിയാവിൽ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകത്ത് ഈമാനിലും അമലു സ്വാലിഹാത്തുകളിലും മുന്നേറിയവരാണവർ. അവർ പരലോകത്തും എന്താണ്? മുന്നേറിയവർ തന്നെയാണ്, മുന്നേറുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ചവരുടെ പ്രത്യേകതകളാണിതെന്നാണ്. അവിടെയുള്ള മുന്നോക്കത്തിന്, അവിടെയുള്ള പരിഗണനക്ക് കാരണമായത് ഇവിടെയുള്ള ഈമാനും അമലു സ്വാലിഹാത്തുമാണ് എന്നർത്ഥം. എന്നിട്ടോ അവിടെ പ്രത്യേകത പറയാം, ഫീ ജന്നാത്തിൻ നഈം. അവർ സുഖാനുഭൂതികളുടെ സ്വർഗ്ഗത്തൊപ്പുകളിലാണ്. അതായത് ഫീ അഅല ഇല്ലിയീൻ ഫിൽ മനാസിലിൽ ആലിയത്ത് അല്ലതി ലാ മൻസിലത ഫൗഖഹാ. ഇല്ലിയൂൻ എന്ന സ്വർഗ പദവിയുടെ ഉന്നതങ്ങളിൽ, ഉന്നത സ്ഥാനങ്ങളിൽ, അതിനു മുകളിൽ സ്ഥാനങ്ങളിൽ എന്നാണ് ഇമാം ഖുർത്തുബിയൊക്കെ വിശദീകരിക്കുന്നത് കാണാം. മറ്റു ചില മുഫസ്സിറുകളൊക്കെ ഇവര് ജീവിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഫിൽ ജന്നാത്തുൽ ഫിർദൗസിലാണ്. ഈ ഫിർദൗസിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ അർശ്. ആ അർശിന്റെ മീതെയാണ് ആര്?
അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ ഐ ഇർതഫഅ വഅലാ. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. തൂണിലും തുരുമ്പിലും ഇലാഹുണ്ട് എന്ന വിശ്വാസം അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല, അത് പഴച്ച അശ്അരി വിശ്വാസമാണ്, പഴച്ച വിശ്വാസമാണ്. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം അല്ലാഹു എവിടെയെന്ന് വെച്ചാൽ ഫിസ്സമാ, എവിടെ? ഫൗഖൽ അർശ്, അർശിന്റെ മീതെയാണ്. അതെവിടെയാണ്? ആ അർശിന്റെ താഴെയാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്നതും മധ്യമഭാഗവുമായ അൽ ഫിർദൗസ്, നബിമാരുടെ സങ്കേതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ താമസിക്കുന്ന ഇടം, അവിടെയാണ് മുഖറബീങ്ങൾക്ക് താമസിക്കാനുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഈ സാബിഖീങ്ങൾ ആരെല്ലാമാണ് എന്നത് നമ്മളൊരു 5-6 തഫ്സീറുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഒരു 10-15 വിഷയങ്ങൾ ഓരോ ഇമാമിങ്ങൾ വിശദീകരിക്കേണ്ട. ആരൊക്കെയാണ് ഈ സാബിഖീങ്ങൾ? മഹാനായ മുഹമ്മദ് ഇബ്നു കഅബിൽ ഖുറദി, അദ്ദേഹം താബിഈങ്ങളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം പറയാണ്, ഇതിൽ ഒന്നാമത്തത് സാബിഖീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നഹുമുൽ അംബിയാ, അംബിയാക്കളൊക്കെ സാബിഖീങ്ങളാണ്. അംബിയാക്കളെ മുഴുവനും സാബിഖീങ്ങളാണ്. അതുപോലെ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അന്നഹും സാബിഖൂന ഇലൽ ഈമാനി മിൻ കുല്ലി ഉമ്മ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ ഉമ്മത്തികളിലെയും ഈമാനിൽ, വിശ്വാസത്തിൽ, അഖീദയിൽ, പ്രമാണത്തിൽ, നുസൂസിൽ, അങ്ങനെ ഈമാനിൽ മുൻകടന്നവർ എന്നാണ്. അല്ലാഹു അക്ബർ കബീറ. എല്ലാ ഉമ്മത്തിലെയും ഈമാനിൽ മുൻകടന്നവർ അവരുമാരാണ്? അസ്സാബിഖീങ്ങളാണ്. അതുപോലെ ഈമാന് കൊണ്ട് നബിമാരോട് യോജിച്ചവർ, അവർക്ക് ഉത്തരം നൽകിയവർ, അവരൊക്കെ അതിൽപ്പെട്ടവരാണ് ഇമാം മുഖാത്തിർ റഹ്മത്തുള്ളാഹി പറയുന്നത്. ഇനിയോ ഈ ഉമ്മത്തിലേക്ക് വന്നാലോ, അസ്സാബിഖൂന ഇലൽ ഹിജ്റ ഹുമുസ് സാബിഖൂന ഫിൽ ആഖിറ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ആരാണ് സാബിഖീങ്ങൾ എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നു, ആരാണ് സാബിഖീങ്ങൾ? അവര് ഹിജ്റ പോയവരാണ്, അഥവാ മുഹാജിറുകൾ. അവർ സാബിഖീങ്ങളിൽ പെട്ടതാണ്. അവർ തന്നെയാണ് അവിടെ മുന്നോക്കക്കാർ. മഹാനായ കഅബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അവരാരാണ്? അഹ്ലുൽ ഖുർആൻ. അവര് ഖുർആനിന്റെ അഹ്ലുകാരാണ്. ആരാണ് ഖുർആനിന്റെ അഹ്ലുകാർ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരും പ്രത്യേകക്കാരുമുണ്ട്. നബിയോട് ചോദിച്ചു, ആരാണ് അവർ? നബി പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്. ഹും അഹ്ലുല്ലാഹി വഖാസതുഹു. അവരാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരും പ്രത്യേകക്കാരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മൾ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആനിന്റെ അഹ്ലുകാർ. ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ ഒന്നാമനായി പറയപ്പെടുന്ന ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം ആരാണ് അഹ്ലുൽ ഖുർആൻ എന്ന് പഠിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പക്ഷേ അവർക്ക് ഖുർആനിൽ ഹിഫ്ളില്ലായിരിക്കാം, പക്ഷേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് പകർത്തുന്നവരാണ് അഹ്ലുൽ ഖുർആൻ. നമ്മൾ അഹ്ലുൽ ഖുർആനിന്റെ ആളുകൾ ഉൾപ്പെടണം, ഖുർആന്റെ അഹ്ലുകാർ, അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അഹ്ലുകാർ. ഇങ്ങനെ ഒരു പിഴച്ച കക്ഷിയുണ്ട് അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിഴച്ച കക്ഷിയുണ്ട്. അവരെ കുറിച്ചല്ല ഈ ചർച്ച. ഇത് ശരിയായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ചാണ്. അഹ്ലുൽ ഖുർആൻ അവർ സാബിഖീങ്ങളാണ്. മഹാനായ ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖ താബിഈയാണ്, മുഫസ്സിറാണ്. അദ്ദേഹം പറയാണ്, അസ്സാബിഖൂന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് മുൻകടന്നവരാണ് സാബിഖീങ്ങൾ എന്നാണ്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ തൊട്ട് വീണ്ടും കാണാം, ഈ ഉമ്മത്തിൽ വന്നാൽ ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഒന്നാമനും രണ്ടാമനും സയ്യിദുനാ അബൂബക്കർ വസയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അർദാ, അവരാണ് അസ്സാബിഖീങ്ങളിൽപ്പെട്ടവർ. അവർ സാബിഖീങ്ങളിൽപ്പെട്ടതാണ്. എത്രത്തോളം അറിയോ? വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ ദലീലായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹുമുല്ലദീന സ്വല്ലു ഇലൽ ഖിബ്ലതൈൻ, രണ്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചവർ, അഥവാ മുഹാജിറുകളും അൻസാറുകളും രണ്ട് ഹറമൈനി ശരീഫയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചവർ അവരാരാണ്? ദലീലുഹു ഖൗലു വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അപ്പോൾ മുഹാജിറുകളും അൻസാറുകളും മുഴുവനും അസ്സാബിഖീങ്ങളിൽപ്പെട്ടവരാണ്. മഹാനായ റബീഅ ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖ മുഫസ്സിറാണ്, പൂർവികരിൽപ്പെട്ടവരാണ്. അദ്ദേഹം പറയാണ്, അസ്സാബിഖൂന ഇലാ ഇജാബത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ, അല്ലാഹുവിന്റെ റസൂലിന്
റസൂലിന്റെ വാക്കുകൾക്ക്, റസൂലിന്റെ പ്രവൃത്തിക്ക്, അവിടുത്തെ ചര്യകൾക്ക് ഈ ദുനിയാവിൽ ഇജാബത്ത് നൽകിയവൻ, ഉത്തരം നൽകിയവൻ, അവൻ ഈ 25 ജീവിച്ചാലും ശരി, അവനാണ് അസ്സാബിഖൂനിൽപ്പെട്ടവനെന്നാണ്. അല്ലാഹു അക്ബർ. മഹാനായ സഹാബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇലസ്സലവാത്തിൽ ഖംസ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഈ പറഞ്ഞൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇലസ്സലവാത്തിൽ ഖംസ്, 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവൻ അസ്സാബിഖീങ്ങളിൽപ്പെട്ടവനാണെന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഹുമുൽ മുസാരിഊന ഇല തൗബ വ ഇല അഅമാലിൽ ബിർ. അവർ പശ്ചാത്തപിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ധൃതിപ്പെടുന്നവരാകുന്നു. ഖാല അല്ലാഹു തആല സാബിഖു ഇല മഗ്ഫിറതി മിർ റബ്ബിക്കും വഖാല തആല വസാരിഉ ഇല മഗ്ഫിറതി മിർ റബ്ബിക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും മുന്നിടുക. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കുക എന്ന് പറയപ്പെട്ടവർ, അഥവാ എല്ലാ നന്മകളിലും ധൃതി കാണിക്കുന്നവർ, അവരും സാബിഖീങ്ങളിൽപ്പെട്ടവരാണ്. ചുരുക്കി പറഞ്ഞാൽ മുൻകടന്നവരിൽ, സാബിഖീങ്ങളിൽ, മുന്നോക്കക്കാരിൽ നബിമാരുണ്ട്, മുന്നോക്കക്കാരിൽ അവരെ പിൻപറ്റിയവരുണ്ട്, മുന്നോക്കക്കാരിൽ നമ്മുടെ നബിയുടെ സ്വഹാബത്തുണ്ട്, മുന്നോക്കക്കാരിൽ നമ്മുടെ നബിയുടെ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കറും ഉമറുമുണ്ട്. കൂടാതെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന വിശ്വാസികളിൽപ്പെട്ട തൗബ ചെയ്യുന്നവരുണ്ട്, നബിക്കുത്തരം നൽകുന്നവരുണ്ട്, 5 നേരം നിസ്കരിക്കുന്നവരുണ്ട്, അൽഹംദുലില്ലാഹ് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരുണ്ട്. അല്ലാഹു അക്ബറു കബീറ. ഇവരൊക്കെ അസ്സാബിഖൂനിൽപ്പെട്ടവരാണ്. എത്ര കാലായി നമ്മൾ ഈ ആയത്തോതുന്നു? എത്ര കാലായി? എന്നെങ്കിലും നമ്മൾ ആലോചിച്ചോ ഈ ആയത്തിന് ഇങ്ങനെ കുറെ മാനയുണ്ടെന്ന്, ആശയമുണ്ടെന്ന്? അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കൂട്ടത്തിൽ പെടാൻ. പ്രിയമുള്ളവരെ, നന്മകളിൽ ധൃതിപ്പെട്ട് കിതാബും സുന്നത്തും അനുസരിച്ച്, അല്ലെങ്കിൽ ഇഖ്ലാസും ഇത്തിബാഉം കൂടി നന്മയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവരാണ് അവർ. അല്ലാഹു തആല അവരുടെ വസഫ് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂന്റെ 57 മുതൽ 61 വരെയുള്ള ആയത്ത്. ഈ ആയത്തൊക്കെ നമുക്ക് ഹിഫ്ളുള്ളതാണ്. എന്തായത്തറിയോ? അല്ലാഹു തആല പറഞ്ഞറിയോ, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون. ഈ സാബിഖീങ്ങളുടെ വിശേഷണം അതൊക്കെ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും നന്മകൾ പ്രവർത്തിക്കുക ചെയ്തിട്ടുണ്ടെങ്കിലും, നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ റബ്ബിനെ ഭയന്നുകൊണ്ട് ഹൃദയം വിറക്കുന്നവരാണവർ. അല്ലാഹുവിന്റെ കിതാബിലെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ റബ്ബിനെ ഏകനാക്കുകയും തൗഹീദിൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവരാണവർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നന്മകൾ പ്രവർത്തിക്കുന്നതിൽ കഠിനമായി പരിശ്രമിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് സാമീപ്യം തേടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു ആശങ്ക കണ്ടതെന്തറിയോ? അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഖിയാമത്തിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ മടങ്ങിയാൽ അല്ലാഹു നമ്മുടെ ദാനങ്ങളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമോ എന്ന് ഭയക്കുന്നവരാണ് അവർ. സുബ്ഹാനക. ഈ ഭയമാണ് ആധുനിക ലോകത്ത് നിസ്കരിച്ചവർക്ക് പോലും നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ ഇരിക്കണം, നമുക്കൊക്കെ നഷ്ടപ്പെട്ടത് എന്റെ റബ്ബന്റെ അമലുകൾ കബൂലാക്കുമോ എന്ന് ഭയം നഷ്ടപ്പെട്ടു പോയി. ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ ഭയം എന്ന് നഷ്ടപ്പെട്ടോ അന്ന് നമ്മള് അമിത പ്രതീക്ഷയുള്ളവരായി. ശരിക്കും ഒരു വിശ്വാസിക്ക് പ്രതീക്ഷയും ഉണ്ടാകണം, ഭയവും ഉണ്ടാകണം. ഏതോടൊപ്പം തന്നെ? മഹബ്ബത്തിനോടൊപ്പം തന്നെ. അല്ലാഹുവിന് ശക്തമായ മഹബ്ബ, അല്ലാഹുവിൽ ശക്തമായ ഭയം, അല്ലാഹുവിൽ ശക്തമായ പ്രതീക്ഷ, ഈ 3 ഒരുപോലെ ഉണ്ടാകണം എന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയോ ഒരു വിശ്വാസിയിൽ ഭയവും പ്രതീക്ഷയും രണ്ടും ഒരുപോലെ വരുന്നിടത്ത് ഒരൽപ്പം മുന്തി നിൽക്കേണ്ടത് പ്രതീക്ഷയാണ് എന്ന് അഖീദയുടെ ഗ്രന്ഥങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രതീക്ഷ നമുക്ക് ഉണ്ടാക്കണം, അതോടൊപ്പം തന്നെ ശക്തമായ ഭയവും. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് ഭയം നഷ്ടപ്പെട്ടിട്ട് വെറും ഒരു പ്രതീക്ഷ മാത്രമായി. ആരെ പോലെ? മുർജിഅത്തിനെ പോലെ. വല്ലാഹുൽ മുസ്തആൻ. മുർജിഅത്തിന്റെ വിശ്വാസമാണ്. അവർക്ക് ഭയമില്ല, അവർക്ക് റബ്ബിനോട് സ്നേഹമില്ല, പക്ഷെ വളരെ പ്രതീക്ഷ. എന്നാൽ ഖവാരിജികൾക്കോ?
ഖവാരിജികൾക്ക് ഭയം മാത്രമേ ഉള്ളൂ, അവർക്ക് പ്രതീക്ഷയില്ല, സ്നേഹവുമില്ല. എന്നാൽ സൂഫികൾക്ക് പ്രതീക്ഷയുമില്ല, ഭയവുമില്ല. എന്ത് മാത്രമേ ഉള്ളൂ? മഹബത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർക്ക് മഹബത്തുണ്ട്, അവർക്ക് റജാഉണ്ട്, അവർക്ക് ഖശിയത്തുണ്ട്. അല്ലാഹു അക്ബറു കബീറ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇത് വലിയൊരു വിഷയമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക ഇക്കൂട്ടരാണ് യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ. വഹും ലഹാ സാബിഖൂൻ, വഹും ലഹാ സാബിഖൂൻ, അവരത്രേ നന്മയിൽ മുമ്പേ ചെന്നെത്തുന്നവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയാം. ഇവരെ കുറിച്ച്, ഈ മുൻഗണനവരെ കുറിച്ച് തൊട്ട് താഴെ നമ്മൾ ഓതിയ ആയത്തിൽ കാണാ, ഇവരാരാന്നറിയോ? സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, പൂർവികന്മാരിൽ നിന്ന് ഒരു വിഭാഗവും പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചു പേര്. ഇവിടെ അവ്വലീനും പറഞ്ഞു, ആഖിരീനും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആദ്യത്തവർ എന്ന് പറഞ്ഞത് പൂർവ്വ സമുദായങ്ങളെ ഉദ്ദേശിച്ചും ആഖിരീൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെ ഉദ്ദേശിച്ചും എന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ സമുദായത്തിൽ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട പൂർവികരും ആധുനികരുമാണ് എന്നും ഇതിന് തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അലം. രണ്ടും ശരിയാണ്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ തലമുറയുമാകാം, അവസാനത്തെ തലമുറയുമാകാം. ആദം നബി മുതൽക്ക് ഈസാ നബി വരെയുള്ളവരാകാം, അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരുമാകാം. മൊത്തത്തിൽ മുഅ്മിനീങ്ങളൊക്കെ സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ എന്നതിൽ ഉൾപ്പെടുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, അവരുടെ പരലോകത്തിന്റെ അവസ്ഥ എപ്രകാരമാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷമുള്ള ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസത്തിലും സൽപ്രവൃത്തിയിലും മുൻകടന്ന ഏറ്റവും ഉയർന്ന പദവിയുള്ളവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കുറച്ചധികം ആയത്തുകളുണ്ട്. 15-ാമത്തെ ആയത്ത് മുതൽ ഏകദേശം 26-ാമത്തെ ആയത്ത് വരെയും സൂറത്തു വാഖിഅയിൽ അള്ളാഹു വിശദീകരിക്കാം. നമുക്ക് പറയാൻ നിർവാഹമല്ല, അത് പഠിക്കാൻ നിർവാഹമല്ല. എന്തൊക്കെയാ അല്ലാഹു എന്നറിയോ? അലാ സുറുരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون. എന്തൊക്കെയാ അല്ലാഹു തആല പറഞ്ഞു എന്നറിയോ? സ്വർണ്ണ നൂല് കൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ സ്വർഗത്തിൽ. മാത്രമല്ല, അവരവയിൽ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിരിക്കും. ആര്? അസ്സാബിഖൂൻ. അവരുടെ ഇടയിലൂടെ നിത്യമായി എന്നെന്നും ജീവിക്കാൻ സൗഭാഗ്യം നൽകപ്പെട്ട ബാലന്മാർ, ചെറിയ മക്കൾ, അവരിങ്ങനെ ഇടയിൽ ചുറ്റി നടക്കും. ആ ചുറ്റി നടക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നറിയോ? കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവ് ജലം നിറച്ച പാനപാത്രവും കൊണ്ട് അവർക്കിടയിലൂടെ ചുറ്റി നടക്കപ്പെടുന്ന, അതിനകത്ത് ഒന്ന് മദ്യമാണ്, സ്വർഗത്തിലെ മദ്യം. അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് കുടിക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ പറയാൻ നല്ല പ്രയാസം ഉണ്ടാവും, നാട്ടിലത്തെ മാത്രം പരിചയിച്ചുകൊണ്ട്. സുബ്ഹാനക യാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവ് ജലം നിറച്ച പാനപാത്രവും കൊണ്ട്. എന്താ സ്വർഗത്തിലെ മദ്യത്തിന്റെ പ്രത്യേകത അറിയോ? അത് കുടിച്ചാൽ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ലഹരി ബാധിക്കൂല, തലവേദന ഉണ്ടാകൂല. ഈ ടൗണിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓരത്ത് ഉണ്ടാക്കിയ ബീവറേജസ് കോർപ്പറേഷന്റെ മുന്നിൽ നിന്ന് ക്യൂ നിന്ന് വാങ്ങി അതകത്താക്കുന്ന ആളുകളിൽ ഇത് രണ്ടുമുണ്ടാകും. എന്നാൽ സ്വർഗത്തിലെ ഈ പാനീയത്തിൽ ഇത് രണ്ടുമില്ല, പേരിൽ മാത്രമേ മദ്യമുള്ളൂ. അത് കിട്ടുന്ന സ്വർഗാണ് വിശ്വാസികൾ ആഗ്രഹിക്കണം. അത് വേണ്ടാത്ത നിരീശ്വരവാദികൾ ദയവ് ഇത് വരേണ്ടതില്ല എന്നാ പറയുള്ളത്. ഇത് ഞങ്ങൾക്ക് വിശ്വാസികൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ദുനിയാവിലുള്ളതാ, ഞങ്ങൾക്ക് വിശ്വാസികൾക്കുള്ളതാണ്. ഇതാണ് ഇസ്ലാം. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി.
വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതാണ് ഇസ്ലാം. ഇതൊക്കെ അവിടെ ഉണ്ടാവും, ഇതൊക്കെ കിട്ടും. ഇതിൽ വിശ്വസിക്കാൻ പറ്റും, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതാണ് ഇസ്ലാം. ഇത് വിശ്വാസികൾക്കുള്ളതാണ്. അൽഹംദുലില്ലാ. മാത്രമല്ല, അവരിഷ്ടപ്പെട്ട തരത്തിൽപ്പെട്ട കൊതിക്കുന്ന പഴവർഗ്ഗങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാവും. കൂടാതെ അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് ഈ ബാലന്മാർ ചുറ്റി നടക്കുന്നതാണ്. കൂടാതെ ഏറ്റവും വിമർശനത്തിന് ആളുകൾ വിധേയമാക്കുന്ന ഒന്നുകൂടിയുണ്ട്. അള്ളാഹു അതും നമ്മെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൂറുൽ ഐൻ വഹൂറുൻ ഐൻ. ഹൂറുൽ ഐൻ എന്താണ്? ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കറുപ്പ് കൂടുതൽ കറുത്തും കണ്ണിന്റെ വെളുപ്പ് കൂടുതൽ വെളുത്തുമുള്ളവർ എന്നാണ്. അമാനി മൗലവി റഹ്മഹുല്ലാ അതിന് നൽകിയൊരു മലയാളത്ത് കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണ്. വെയ്യാമണികൾ എന്നെന്താ പറഞ്ഞിട്ട് വല്ലാത്തൊരു വാക്ക്. ക്യൂട്ടായിട്ടുള്ള കണ്ണുകളാണ്. അതേ, സ്വർഗത്തിൽ അല്ലാഹു സാബിഖീങ്ങൾക്ക് കാത്തുവെച്ചതാണ്. സാബിഖീങ്ങൾക്ക് കാത്തുവെച്ചതാണ്. ഇനിയോ മാത്രമല്ല, ഈ ഹൂറുൽ ഐങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു തആല പറയാണ്, അവരെങ്ങനെ നിങ്ങള് ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ളവരാണ്. ഇതൊക്കെ എന്തിനാ അല്ലാഹു തആല കൊടുക്കുന്നറിയോ? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലമായി കൊണ്ടാണ്. അല്ലാഹു അക്ബർ. ആകെ കിട്ടുന്നത് 60-ന്റെ 70-ന്റെ ഇടയിൽ. നബി പറഞ്ഞനുസരിച്ച് അതിൽ തന്നെ കൂടാം കുറയാം, അധികം കുറയലാണ് ചിലപ്പൊക്കെ. ഇനി ആ കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചത് എത്രയാണോ അല്ലാഹുവിനാണ്. ആ ജീവിച്ച കാലത്ത് നന്നാക്കിയ വിശ്വാസം, പ്രവർത്തിച്ച കർമ്മങ്ങൾ, ഇതിന് മുഴുവനും പകരമായി റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുക്കി തരുന്നത് വിശാലമായ സ്വർഗവും സ്വർഗത്തിലെ സുഖങ്ങളുമാണ്. ഇതാണ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്നറിയോ? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. അവര് അനാവശ്യ വാക്കോ കുറ്റപ്പെടുത്തലോ അവരവിടെ വെച്ച് കേൾക്കൂല എന്നാണ്. ഇന്ന് രാവിലെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ജുമാക്ക് പള്ളിയിലെത്തുന്നവരെയും ഒരു പക്ഷെ പലരും പലതും കേട്ടിട്ടുണ്ടാവും. വീട്ടുകാരൊക്കെ ഒന്ന് കേട്ടവരുണ്ടാവും, പുറത്തുനിന്ന് കേട്ടവരുണ്ടാവും. ഒന്നും സ്വർഗത്തിലൊരു വൃത്തികേട് സ്വർഗത്ത് കേൾക്കൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സമാധാനം സമാധാനം എന്നുള്ള വാക്കല്ലാതെ. പ്രിയമുള്ളവരെ, ഇത് മുഴുവനും ഒരുക്കി വെച്ചിരിക്കുന്നത് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന വിഭാഗത്തിനാണ്. അല്ലാഹു തആല നമ്മെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്താണ്. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന വിഭാഗം അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ചെറിയ രീതിയാണ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞത്. ഇത് മുഴുവൻ അവർക്കുള്ളതാണ്. ഇതുപോലെ ഇനിയും വിശാലമായത് അള്ളാഹുവിനെ മാത്രം അറിയുന്ന മാല ഐനുൻ റഅത് വല ഉദ്നുൻ സമിഅത് വല ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും ഊഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അത്രയും വിശാലമായത് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബി ആയത്തോതി ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ. കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം അനുഭൂതികളാണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ലെന്ന്. അള്ളാഹ് ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല. അപ്പൊ ഇതല്ലാതെ വിശാലമായത് വേറെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇനി പറയാൻ പോകുന്നൊരു കാര്യം, മുമ്പ് മരണവുമായി ബന്ധപ്പെട്ട, വിശ്വാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറയുന്നിടത്ത് നമ്മൾ ഓതിയൊരായത്താണ്. എന്തായത്തെന്നറിയോ? ഈ സാബിഖീങ്ങൾക്ക് അവരുടെ മരണത്തെയും അത് ആസന്നമാകുമ്പോൾ ഉള്ള അവസ്ഥയും കുറിച്ച്, ആ സന്ദർഭത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. ഇതേ സൂറത്തിന്റെ തന്നെ 88-89 ആയത്തിൽ എന്താ അല്ലാഹു എന്നറിയോ? فأما إن كان من المقربين فروح وريحان وجنة نعيم. അപ്പോൾ അവൻ മരണപ്പെട്ടവൻ, അവൻ സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവരാണെങ്കിൽ അവൻ എന്തുണ്ട്? ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനവും സുഖാനുഭൂതിയുടെ സ്വർഗത്തൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ അള്ളാഹ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്ക് റൗഹുൻ വറൈഹാനുൻ. എന്താണ് റൗഹ്?
ഐ അതായത് റാഹത്തുൻ വതുമഇനീനത്തുൻ വസുറൂറുൻ വബഹ്ജത്തുൻ വനഈമുൽ ഖൽബി വറൂഹ്. അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ആശ്വാസം, അതായത് സന്തോഷം, സമാധാനം, ആഹ്ലാദം, ഹൃദയാനന്ദം എന്നിവയെല്ലാം ഈ മരിക്കുന്ന വേളയിൽ ഒരു വിശ്വാസിക്കുണ്ടാകും. അവരാരാണ്? സാബിഖീങ്ങളിൽപ്പെട്ടവരാണ്. വറൈഹാൻ, രണ്ടാമത്തെ റൈഹാൻ. റൈഹാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വഹുവ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി ലദ്ദത്തിൻ ബദനിയ്യ. റൈഹാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആനന്ദം നൽകുന്ന എല്ലാം. ഏതൊക്കെ? മിൻ അൻവാഇൽ മആകിലി വൽ മശാരിബി വഗൈരിഹിമ. ശരീരത്തിന് ആനന്ദം നൽകുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും അടങ്ങുന്ന സുഗന്ധങ്ങൾക്കാണ് റൈഹാൻ എന്ന് പറയുക. വറൈഹാനു ഹുവ ത്വയ്യിബുൽ മഅറൂഫ് ഫയകൂന മിൻ ബാബി തഅബീരി ബിനൗഇ ശൈഇ അൻ ജിൻസിഹിൽ ആമ്മി. എന്താണ് അദ്ദേഹം പറഞ്ഞറിയോ? മറ്റൊരു അഭിപ്രായം, റൈഹാൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ സുഗന്ധമാണ്. റൈഹാൻ നമ്മളെ ഈ എന്താ പറയാ, കസ്തൂരിയല്ല, ക്ഷമിക്കണം, ഈ തുളസിയുടെ വർഗത്തിൽപ്പെട്ടൊരു ചെടിക്ക് റൈഹാൻ എന്ന് പറയും. റൈഹാൻ വളരെ പ്രസിദ്ധമായ ഒരു സുഗന്ധമാണ്. അങ്ങനെ വരുമ്പോ ഒരു പൊതു ഇനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതൊരു പ്രത്യേക വസ്തുവിന് ഉപയോഗിക്കുന്നതായിരിക്കും. എങ്ങനെ പറഞ്ഞാലും മരിക്കുന്ന നിമിഷം മുതൽക്ക് മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം അതിന്റെ പൂർണ്ണതയാകുന്നത് സ്വർഗത്തിലെത്തുമ്പോഴാണ്. ആ സ്വർഗത്തിൽ വീണ്ടും പൂർണ്ണതയാകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യവും മഗ്ഫിറത്തും അവർക്ക് ലഭിക്കുമ്പോഴാണ്. അള്ളാഹിന്റെ തൃപ്തി അവർക്ക് ലഭിക്കുമ്പോഴാണ്. അതിന്റെയും പൂർണ്ണത വലിഖാഉല്ലാഹി ജല്ല വഅല, അള്ളാഹുവിനെ നേരെ കാണുമ്പോഴാണ്. ഇത് മുഴുവനും അല്ലാഹു തആല സാബിഖീങ്ങളും അതുപോലെ മയമന എന്ന വിഭാഗത്തിൽപ്പെട്ടവരുമായ മൊത്തത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മുഴുവനും ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ഇതേ ആശയം തന്നെയാണ് അല്ലാഹു തആല മറ്റൊരിടത്ത് പറയുന്നത്, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അവർക്ക് ദുനിയാവിലും പരലോകത്തിലും സന്തോഷ വാർത്തയാണുള്ളത് എന്ന് സൂറത്ത് യൂനുസിന്റെ 64-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സാധാരണ ഓതിപ്പോകുന്ന അസ്സാബിഖൂൻ എന്നത് എന്താണ് എന്നതാണ്. അവർക്ക് ലഭിക്കുന്ന ചില അനുഭൂതികൾ എന്തൊക്കെയാണ് അല്ലാഹു പറഞ്ഞത് എന്നത് മാത്രമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് വരാനിരിക്കുന്നത് 3 അവസ്ഥയിലാണ്. ഒന്ന് സാബിഖീങ്ങൾ, മറ്റൊന്ന് മൈമന, മറ്റൊന്ന് മശ്അമ. ഈ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും സ്വർഗത്തിന്റെ അഹലുകാരാണ്. മൂന്നാമത് പറഞ്ഞത് നരകത്തിന്റെ അഹലുകാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിന്റെ ആളുകളിൽ നിന്നും അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കാര്യം പ്രത്യേക ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുള്ളത്, അള്ളാന്റെ പള്ളിയിൽ നമ്മൾ വരുമ്പോ കുറച്ച് നേരത്തെ ഇമാമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് വരാനുള്ള ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തുണ്ടാകണം. കാരണം സാബിഖീങ്ങളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവര് പള്ളിയിലേക്ക് ധൃതിയിൽ വരുന്നവരാണ്. ഞാൻ അതിന്റെ ഇടയിൽ പറയാൻ വിട്ടാൽ വഖത്തിനായാലും ജുമാക്കായാലും പ്രത്യേകിച്ചും ആദ്യം ആ വാതിൽ കിടക്കുന്ന ആൾക്ക് കിട്ടുന്നൊരു മെച്ചത്തെ കുറിച്ച് നബി പറയുന്നുണ്ട്. രണ്ടാമത് പള്ളിയിൽ വന്ന ആൾക്ക് കിട്ടുന്ന മെച്ചം ഇതൊന്നും നമുക്ക് അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ട് 11:30 കഴിഞ്ഞാൽ തന്നെ കച്ചവടക്കാർ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു 11:30 കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പതുക്കെ ഷട്ടറാണ് താത്താം, പതുക്കെ ഷട്ടർ താത്താം. നീ വീട്ടിലുള്ളവരാണോ? ഒരു 11:30 കഴിയുമ്പോൾ പതുക്കെ ഇറങ്ങിപ്പോരുക. എന്നിട്ട് നമ്മുടെ പള്ളിയില് ഇമാമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പള്ളിയിൽ ആള് മുഴുവൻ ഉണ്ടാവും. ഇപ്പൊ ഈ നിൽക്കുന്ന ആളൊക്കെ അതിന് മുമ്പേ വരണം. ഇങ്ങനെയായിരുന്നു സ്വഹാബത്ത്. അവരെ കുറിച്ചാണ് അസ്സാബിഖൂൻ എന്നതിൽ അവർ പെടുന്നു പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്ന അവരെ കൂടെ ചേരാനാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയേ പറ്റു. പറയുമുള്ളവരെ ഏതെങ്കിലും ഒരു ഉമ്മാക്കിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ 4 ആള് വന്നിട്ട് ഭീതിപ്പെടുത്തും, എന്നിട്ട് പറയും പേടിക്കണ്ട, ജാഗ്രത മതി എന്ന് പറയും. അപ്പോഴും നമ്മളെന്താണ്? പേടി തന്നെ ഉണ്ടാവുള്ളൂ, ജാഗ്രത ഉണ്ടാവില്ല. സത്യത്തിൽ പേടിക്കണം, ജാഗ്രതയും വേണം. എന്ത്? മരണം വരാനുണ്ട്, ആർക്കൊരു മൈൻഡില്ല. പേടിക്കണം, ജാഗ്രതയും വേണം. ഖബർ പോകാണ്ട്, അപ്പോഴും ആർക്കും മൈൻഡില്ല. പേടിക്കണം, ജാഗ്രത വേണം. മുന്നിൽ നരകം വരാണ്ട്, അപ്പോഴും ആർക്കും ജാഗ്രത അല്ല. ശരിക്കും ജാഗ്രത വേണ്ടതും പേടിക്കേണ്ടതും അവിടെ ഇന്ന് തീർന്നാൽ ചെന്ന് ചേരാനുള്ള ലോകത്തിന് വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുമാറാവട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമം അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ലോകത്തെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സമാധാനം ചൊരിയുമാറാവട്ടെ. ഉമ്മത്തെ മുസ്ലിമൊക്കെ അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.
അതൊരു സ്വതന്ത്ര ഇസ്ലാമിക രാജ്യമായി അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതും അഹ്ലുസുന്നത്തിന്റെ കൈകളിലേക്ക് അള്ളാഹു മണ്ണിനെ തിരിച്ചേൽപ്പിക്കുമാറാവട്ടെ. 2 ഹറമൈനി ഷരീഫൈനിൽ ഹജ്ജും ഉംറയും കൂടെ നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.